നമസ്കാരം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഇരുന്നു കൊണ്ടുള്ള ഒരു ബാലൻസിങ് പോസാണ്. ഇതിൻ്റെ പേര് ഉഭയ പാദാങ്കുഷ്ടാസനം എന്നാണ്. പല യോഗ സ്കൂൾസ് പല പേരുകൾ പറയുന്നുണ്ട്. ദ്വിപാദ പാദാങ്കുഷ്ടാസനം എന്ന് പറയുന്നുണ്ട്, ചിലർ ഉത്തിത ഉഭയപാദ പാദാങ്കുഷ്ടാസനം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരേ പോസ്റ്റ് തന്നെ പല പേരുകൾ ഉണ്ടെന്നേ ഉള്ളൂ, എല്ലാം സെയിം തന്നെ. ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കാലിലെ മസിൽസ് ഫ്ലെക്സിബിൾ ആകും, അതോടൊപ്പം തന്നെ നമുക്കൊരു ബാലൻസിങ് പവർ കിട്ടും. ഇനി ഇത് അത്യാവശ്യം എല്ലാവർക്കും തന്നെ ചെയ്യാൻ പറ്റിയൊരു പോസ്റ്ററാണ്. എന്നാലും ഒരു പക്ഷേ നിങ്ങളൊന്ന് പുറകിലേക്ക് ചായുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നടുവേന എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് അവോയ്ഡ് ചെയ്തൊക്കെ ചെയ്യേണ്ട. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമ്മൾ കാല് രണ്ടൊന്നും മടക്കി വയ്ക്കുന്നു, കൈകൾ ഇതുപോലെ ഉള്ളിലേക്ക് വയ്ക്കുന്നു. നമ്മളുടെ 3 വിരൽ, അത് ചൂണ്ടുവിരൽ, നടുവിരൽ, തള്ളവിരൽ കൊണ്ട് നമ്മുടെ കാലിൻ്റെ തള്ളവിരലിൻ്റെ ഉള്ളിലിട്ട് വേണം പിടിക്കാൻ. ഓക്കെ, ഒരിക്കലും പുറത്തിട്ടിട്ട് ഇങ്ങനെ പിടിക്കരുത്, ഉള്ളിലിട്ടിട്ടേ പിടിക്കാവുള്ളൂ. നടുവ് നിവർത്തുക, കാലിതുപോലെ ഒന്ന് ഉയർത്തുക, ഒരല്പം പുറയിലേക്ക് ഒന്ന് ചായുക. നമ്മുടെ ചെസ്റ്റ് ഒന്ന് മുന്നിലേക്ക് പുഷ് ചെയ്യണം, ഒരിക്കലും ഇങ്ങനെ ഇരിക്കരുത്, ചെസ്റ്റ് ഒന്ന് മുന്നിലേക്ക് പുഷ് ചെയ്യണം. അപ്പോൾ നമ്മൾ തുടക്കക്കാർക്ക് വേണ്ടി നമ്മൾ ഇതുപോലെ ഇങ്ങനെ നിൽക്കുക, സാധാരണ ശ്വാസം. അതല്ല നിങ്ങൾക്കിതുപോലെ നിവർത്താൻ പറ്റുമെങ്കിൽ നിവർത്തുക, സാധാരണ ശ്വാസം. ഇപ്പോഴിത് ചെയ്യുമ്പോഴത്തേക്കുള്ള ബ്രീത്തിങ് എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ കാല് മടക്കി വെച്ചു, ശ്വാസം എടുത്ത് ഇതുപോലെ ഉയർത്തുന്നു, ശ്വാസം വിട്ടിട്ട് സാധാരണ ശ്വാസം. ഓപ്ഷൻ നമ്പർ 2 എന്ന് വെച്ചാൽ നമ്മളിവിടുന്ന് ശ്വാസം എടുത്ത് ഇതുപോലെ ഉയർത്തുന്നു, ശ്വാസം വിടുന്നു, സാധാരണ ശ്വാസത്തിൽ ഇരിക്കുക. അത് കഴിഞ്ഞ് നമ്മളൊരു 10 ബ്രത്തോ അല്ലെങ്കിൽ 5 ബ്രത്തോ അല്ലെങ്കിൽ 10 സെക്കൻഡോ നിന്നതിന് ശേഷം ഒരു ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നു, ശ്വാസം വിട്ടുകൊണ്ട് സാവധാനം താഴെ വയ്ക്കുക, റിലാക്സ് ചെയ്യുക. നിങ്ങൾ ഒറ്റ കാര്യം ചിന്തിക്കുക, പുറയിലേക്ക് പോകുമ്പോൾ ഒരിക്കലും റൗണ്ട് ബാക്ക് വയ്ക്കരുത്, ജസ്റ്റ് പുഷ് ചെയ്യുക, അപ്പോഴത്തേക്കും നമ്മുടെ ബാക്ക് സ്ട്രൈറ്റ് ആയിക്കോളും. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഏറ്റവും നല്ലൊരു യോഗ പോസ്റ്റാണ്. ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, നമ്മൾ കാല് ഉയർത്തുമ്പോഴത്തേക്കും ഒരു ഭിത്തിയോട് ചേർന്ന് നിന്നിട്ടൊന്ന് ചെയ്താൽ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോഴത്തേക്കും പുറയിലേക്ക് വീഴാതിരിക്കാൻ സഹായിക്കും. കാര്യം വെച്ചാൽ നമ്മൾ നോർമലി എല്ലാവർക്കും സംഭവിക്കുന്നതാണ്, നമ്മളിങ്ങനെ ഉയർത്തുമ്പോഴത്തേക്കും നമ്മൾ റൗണ്ട് ബാക്ക് ഒക്കെ നേരെ പുറയിലേക്ക് പോകും, ഇവിടെ തല അടിക്കാനുള്ളൊരു സാധ്യത ഉണ്ട്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. താങ്ക് യു.